ജെന്റിൽമെൻ ബോയ്സ് ആൻഡ് ഗേൾസ് പ്ലാറ്റ്ഫോം 7 ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ മുംബൈ നഗരത്തിലെ ഫോർട്ട് എന്ന് പറഞ്ഞ മേഖലയിലാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ മുംബൈ CST സ്റ്റേഷനോട് നടക്കുകയാണ്. മുംബൈ CST സ്റ്റേഷനോട് എന്തിനാണ് നടക്കുന്നതെന്നല്ലേ, നമ്മൾ നാട്ടിലേക്കുള്ള തിരിച്ചുള്ള യാത്ര തുടങ്ങാൻ പോകണം. നാട്ടിലേക്കുള്ള യാത്ര തുടങ്ങാൻ പോകുകയെന്ന് പറയുമ്പോൾ ഇവിടുന്ന് നാട്ടിലേക്ക് മുംബൈ CST നാട്ടിലേക്ക് ട്രെയിനിലാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബാംഗ്ലൂർക്കുള്ള ഉദ്യാൻ എക്സ്പ്രസ്സാണ് നമ്മുടെ ആദ്യത്തെ യാത്ര. അപ്പോൾ നമുക്ക് നേരെ സ്റ്റേഷനോട് ഇവിടുന്ന് ഒരു 10 മിനിറ്റിന് ദൂരം നടക്കാനുണ്ട്. ഇപ്പോൾ സമയം 7:15, പക്ഷേ തീരെ വെളിച്ചമൊന്നും വന്നിട്ടില്ല, വെയിൽ വരെ പുറത്ത് വന്നിട്ടില്ല. 7:15 കഴിഞ്ഞു. ഇതാണ് മുംബൈ നഗരത്തിൻ്റെ ഫോർട്ട് എന്ന് പറയുന്ന പ്രദേശം. ഇവിടെ മൊത്തം പഴയ ബിൽഡിങ്സ് ആണോ, അടിപൊളി പഴയ ബിൽഡിങ്സ് ആണ്. അവിടുന്ന് നേരെ പോകുന്ന ഗേറ്റ് ഓഫ് ഇന്ത്യയാണ്. അവിടെയായിട്ടാണ് ഫ്ലോറ ഫൗണ്ടൻ എന്ന് പറയുന്ന സ്ഥലം. ഞാൻ താമസിച്ച ഫ്ലോറ ഫൗണ്ടൻ തൊട്ടടുത്തായിരുന്നു. അപ്പോൾ ഫ്ലോറ ഫൗണ്ടൻ്റെ തൊട്ടടുത്തായിരുന്നു. ഫ്ലോറ ഫൗണ്ടൻ കാണിക്കണം എന്നൊക്കെ ഇന്നലെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ ഇവിടുന്ന് നേരെ മുംബൈ CST സ്റ്റേഷനോട് നടക്കുകയാണ്. ഇതാണ് ദാദാഭായ് നവറോജി റോഡ്, അഥവാ DN റോഡ്. DN റോഡ് വഴി നമ്മൾ നടന്നു പോകുന്നു. ഇത് ഇവിടുത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ബസ് സർവീസാണ്. BST ഇലക്ട്രിക് ബസ്സുകളാണ്. ഈ സൗത്ത് ബോംബെ പ്രദേശം മുഴുവൻ ഇലക്ട്രിക്കും CNG ബസ്സുകളും മാത്രമേ ഉള്ളൂ. ഡീസൽ ബസ്സുകളൊന്നും ഈ പ്രദേശത്തേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. ഒരു AC ഡബിൾ ഡെക്കർ ബസ് വരുന്നുണ്ട് ഇലക്ട്രിക്ക്. അത് മിക്കവാറും ഗേറ്റ് വേയിലോട്ടോ വല്ലതും പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നടപ്പ് തുടരാം. 10 മിനിറ്റ് ദൂരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ചെറിയൊരു തണുപ്പുണ്ട്. ഇതുവരെ നേരം കൊണ്ട് വെളുത്ത് വന്നിട്ടില്ല. സമയം 7:15 ആവാറായി, നേരം വെളുത്ത് വന്നിട്ടില്ല. നമുക്ക് 8:10 മുംബൈ CSMTയിലാണ് നമ്മൾ ട്രെയിന്. നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് 11301 മുംബൈ CSMT KSR ബംഗളൂരു ഉദ്യാൻ എക്സ്പ്രസ്സിനാണ്. മുംബൈയിൽ തുടങ്ങി ബാംഗ്ലൂരിൽ അവസാനിക്കുന്ന ഏക ട്രെയിനാണിത്. ഇത് കൂടാതെ മുംബൈയിൽ നിന്ന് ബാംഗ്ലൂർക്ക് വേറെ വണ്ടികളുണ്ട്, പക്ഷേ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഏക ട്രെയിനാണ് ഉദ്യാൻ എക്സ്പ്രസ് എന്ന് പറയുന്നത്. ഇത് അങ്ങ് ദൂരെ കാണുന്നതാണ് മുംബൈ CSMT റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ ആ സൈഡിലോട്ടല്ല, നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. കാരണം നമുക്ക് നേരെ മെയിൻ ലൈൻ ടെർമിനസിലൂടെ നടന്ന് കയറാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ നേരെ ഇപ്പുറത്തെ കൂടെ നടന്ന് മെയിൻ ലൈൻ ടെർമിനസിലോട്ട് പോകുള്ളൂ. ആ കാണുന്നതാണ് നമ്മൾ സ്ഥിരം മുംബൈ CST എന്ന് പറഞ്ഞാൽ കാണുന്ന ഫ്രണ്ട് എലിവേഷൻ. നല്ല ഫോഗിയാണ് ഇന്നത്തെ ദിവസം. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. ശിവാജി മഹാരാജ് ടെർമിനസിലോട്ടുള്ള പെഡസ്ട്രിയൻ എൻട്രൻസ്. ഇത് ആക്ച്വലി സബർബൻ്റെയും മെയിൻ ലൈൻ സെക്ഷൻസിന് ഇടയ്ക്കാണ്. ലെഫ്റ്റിലോട്ട് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം മുതൽ 7-ാം നമ്പർ പ്ലാറ്റ്ഫോം വരെ സബർബനും 8 മുതൽ 18 വരെ മെയിൻ ലൈനുമാണ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ മെയിൻ ലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറപ്പെടുക. നമ്മൾ നേരെ എൻട്രൻസ് വഴി കയറിയിട്ട് റൈറ്റിലോട്ട് തിരിയും. നിങ്ങൾ വണ്ടിയിലൊക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ റൈറ്റ് സൈഡിൽ അവിടെയായിട്ട് ഒരു എൻട്രൻസും ഉണ്ട്. അപ്പുറത്തോട്ട് കാണുന്നില്ല, കാറുകളൊക്കെ പോയി നിൽക്കുന്നത്, അവിടെ ഒരു എൻട്രൻസും കൂടി ഉണ്ട്. അത് കാറിൽ വരുന്നവർക്ക്. നടന്നു വരുന്നവർക്ക് ഇങ്ങനെ നടന്നാൽ കയറിയാൽ മതി. ഇതാ ഇവിടെ 1, 2 സബർബൻ ഹാർബൻ, 3, 4, 5, 6, 7 സബർബൻ മെയിന്. പിന്നെ ബാക്കിയുള്ളതെല്ലാം മെയിൽ എക്സ്പ്രസ് ട്രെയിനുകൾക്ക്, അതായത് മെയിൻ ലൈൻ ട്രെയിനുകൾക്ക് വേണ്ടിയുള്ളതാണ്. നമുക്ക് ഇതുവഴി കയറിയിട്ട് നേരെ റൈറ്റിലേക്ക് എടുക്കണം. ഇവിടെ എവിടെയെങ്കിലും ബോർഡിൽ നമ്മുടെ ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോം ഉണ്ടാവും. അത് നോക്കിയിട്ട് നമുക്ക് നേരെ പ്ലാറ്റ്ഫോമിൽ പോകാം. എനിക്കൊരു 7:26 ഞാൻ 7:15 നടന്നു തുടങ്ങിയത്. 11 മിനിറ്റ് എടുത്തു. എനിക്കൊരു എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്, അത് നോക്കാം. ഇതാണ് മെയിൻ ലൈൻ ടെർമിനസ് പ്ലാറ്റ്ഫോംസ്. ഇതെല്ലാം ടെർമിനൽ പ്ലാറ്റ്ഫോംസ് ആട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് വണ്ടികൾക്ക് പിന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇവിടെ ഒന്ന് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടുന്ന് ഫർദർ മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മുടെ വണ്ടി 11301 പ്ലാറ്റ്ഫോം നമ്പർ 10 എന്ന് ഇട്ടിട്ടുണ്ട്. 11301 ഉദ്യാൻ എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 10. 10 എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ ഈ കാണുന്നതാണ് പ്ലാറ്റ്ഫോം നമ്പർ 10. അപ്പോൾ 10ൽ നമ്മുടെ വണ്ടി ഓൾറെഡി കിടപ്പുണ്ടാവും. ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ 10. ഇവിടെ ഓൾറെഡി വണ്ടി വന്ന് കിടക്കുന്നുണ്ട്. കരി ട്രെയിൻ സിദ്ധേശ്വർ എക്സ്പ്രസ് ആയിട്ട് സോളാപൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് ബാംഗ്ലൂർക്ക് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. കിട്ടുമെങ്കിൽ കഴിച്ചിട്ട് അല്ലെങ്കിൽ മേടിച്ചിട്ട് വരാം. ഇഡ്ഡലി വട മേടിച്ചു. ഇതിന് 180 രൂപയാണ് 2 ഇഡ്ഡലിക്കും 2 വടക്കും കൂടി. കാര്യം ഒരു ഇഡ്ഡലി ഒരു വട മാത്രം 90 രൂപ കഴിക്കുന്നത്. ഓവർ എക്സ്പെൻസീവ് അല്ലേ ഇത്. കഴിച്ചിട്ട് ഞാൻ ജസ്റ്റ് തിരിച്ച് പ്ലാറ്റ്ഫോമിലേക്ക് വന്നു. ഇതാ പ്ലാറ്റ്ഫോം നമ്പർ 10ലേക്ക് കയറിയിരിക്കുകയാണ്. ഈ കിടക്കുന്നത് കല്യാൺ ഷെഡിൻ്റെ 30546 ആണ് ലോക്കോ. ഇത് സിദ്ധേശ്വർ എക്സ്പ്രസ്സിനെ കൊണ്ടുവന്ന ലോക്കമാണ്. അപ്പോൾ നമ്മുടെ റേക്കിന് മറ്റേ അറ്റത്ത് വേറൊരു ലോക്കോ ഘടിപ്പിച്ചിട്ടുണ്ടാവും. അതാണ് ഇനിയിപ്പോൾ നമ്മളെ കൊണ്ടുപോകാം. എനിക്ക് തോന്നുന്നു മറ്റേതടുത്ത് വേറെ ലോക്കോ ഘടിപ്പിച്ചിട്ടില്ലാന്ന്. കാര്യം ഇപ്പോഴും ഇതിൻ്റെ HOGയിലാണെന്ന് തോന്നുന്നു നമ്മുടെ ട്രെയിൻ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തൊട്ടപ്പുറത്ത് കൊയ്ന എക്സ്പ്രസ്സിലോട്ട് കയറാനുള്ള അണ്ടർസേർഡിനുള്ള ക്യൂ ആണ്. ഇവിടെ ക്യൂ നിർത്തിയ ആൾക്കാരെ അണ്ടർസേർഡ് കയറ്റുള്ളൂ. അത് ഈ മുംബൈ ഡിവിഷനിൽ മിക്കവാറും എല്ലാ സ്റ്റേഷൻസിലും ഉള്ളൊരു പോളിസിയാണ്. ക്യൂ ഉണ്ടാവും. പിന്നെ ചില കോച്ചുകൾ ചില സ്റ്റേഷനിൽ മാത്രമേ തുറക്കുള്ളൂ. എല്ലാ കോച്ചും ഇവിടെ തന്നെ തുറന്നിടുകയില്ല അവർ. അത് ക്രൗഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലും ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ആൾക്കാരെ ക്യൂ നിർത്തി കയറ്റുക, അതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ നമുക്കും. നമ്മുടെ നാട്ടിൽ പക്ഷേ ഒന്നും പറ്റില്ല. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ വേറൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മുംബൈ ടു ബാംഗ്ലൂർ ഒറ്റ ടിക്കറ്റ് കിട്ടിയില്ല.
ഞാൻ നോക്കുമ്പോൾ ഹെവി വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്താണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ മുംബൈയിൽ നിന്ന് സോളാപൂരിലേക്കും സോളാപൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്കാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. കാര്യം ഈ വണ്ടിക്ക് ഒരു സോളാപൂർ കോട്ടയുള്ളത് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് സോളാപൂരിലേക്കും സോളാപൂരിൽ നിന്ന് മുംബൈയിലേക്കാണ് അടിച്ചത്, സോളാപൂരിൽ നിന്ന് ബാംഗ്ലൂർക്കാണ് അടിച്ചത്. അപ്പോൾ ഇവിടുന്ന് സോളാപൂർ വരെ AC എക്കണോമിയിലും സോളാപൂരിൽ നിന്ന് ബാംഗ്ലൂർക്ക് 3 ടയർ AC-യിലുമാണ് നമ്മുടെ ടിക്കറ്റ്. അങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ച് M1 വാത്താനുക്കുളിത് 3 ടയർ ഇക്കോണമി AC 3 ടയർ എക്കണോമി. അതാണ് ബോർഡ് ഉണ്ടോ, സോളാപൂർ മുംബൈ ബംഗളൂരു എന്നാണ്. ഇല്ല, മുംബൈ ബംഗളൂരു 11301 നമ്മൾ യാത്ര ചെയ്യുന്നത്. M1 ആണ് കോച്ച് നമ്പർ. എന്നാൽ പിന്നെ നമുക്ക് കോച്ചിനുള്ളിലോട്ട് കയറാം. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ചിൻ്റെ ബിൽഡേഴ്സ് പ്ലേറ്റ് LWACCNE CR 212088C. റെയിൽ കോച്ച് ഫാക്ടറി കപ്പൂർത്തല സെപ്റ്റംബർ 2021 പണിത കോച്ചാണിത്. കോച്ചിൻ്റെ ഇൻറ്റീരിയേഴ്സ് നമ്മുടെ സാധാരണ AC 3 ടയർ എക്കണോമി പോലെ തന്നെ ഉണ്ട്. AC 3 ടയർ എക്കണോമി പോലെ ഉണ്ട്. സാധാരണ ഇൻറ്റീരിയേഴ്സാണ്. ഇത് പഴയ ടൈപ്പ് അപ്പോൾസ്റ്ററിയാണ്. ഇത് പെട്ടെന്ന് ചെളിയാവും, ഭയങ്കര വൃത്തികേടാവും. ബർത്തിൽ അവർ ഓൾറെഡി ബ്ലാങ്കറ്റ് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. കാര്യം ഇൻകമിങ് ട്രിപ്പിൽ ഓൾറെഡി വന്നതാണ് വണ്ടി. ഇതാണ് സൈഡ് ബർത്തുകൾ. ഇതാണ് എൻ്റെ ഇൻറ്റീരിയേഴ്സ്. ഇവിടെ മിഡിൽ ബർത്തുകൾ ഡെപ്ലോയ് ചെയ്തിട്ടുണ്ട്. മിഡിൽ ബർത്തിൻ്റെ അവസ്ഥ ഉണ്ട്, ഭയങ്കര വൃത്തികേടാണ്. കോച്ചിൻ്റെ മെയിൻ്റനൻസ് ഭയങ്കര മോശമാണ്. ഇത് ശരിക്കും പശയാണിത്, മറ്റേത് അപ്പോൾസ്റ്ററിയുടെ പശ. അപ്പോൾ നമ്മുടെ സീറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് ലോക്കോ കാണാൻ പോവാണ്. ഇത് ആക്ച്വലി മുംബൈ CSMTയുടെ റീസെൻ്റ്ലി എക്സ്റ്റെൻഡ് ചെയ്ത പോർഷനാണ്. പ്ലാറ്റ്ഫോം നമ്പർ 10 ചെറിയ പ്ലാറ്റ്ഫോം ആയിരുന്നു. ഞാനും തന്നെ വണ്ടർ ചെയ്തത്. ഉദ്യാൻ എക്സ്പ്രസ് 10 കണ്ടപ്പോൾ ഞാൻ ഇത്തിരി കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇത് ആക്ച്വലി ചെറിയ പ്ലാറ്റ്ഫോം ആയിരുന്നു. ഇത് റീസെൻ്റ്ലി നീളം കൂട്ടിയതാണ്. അപ്പോൾ നീളം കൂട്ടി 22 LHB കോച്ചുകൾ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ലെങ്ത്തിലേക്ക് നീളം കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ നടക്കുന്ന നീളം കൂട്ടിയ പോർഷനാണ്. അപ്പുറത്ത് പഴയ പോർഷൻ്റെ റൂഫിന് ഡിസൈനിന് വ്യത്യാസം ഉണ്ടായിരുന്നു. പുതിയ പോർഷൻ്റെ റൂഫിന് ഡിസൈനിന് വ്യത്യാസമുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് എക്സ്റ്റെൻഡ് ചെയ്ത പോർഷൻ ആണെന്നുള്ളത്. നമുക്കെന്നാൽ ഫ്രണ്ടിൽ പോയി ലോക്കോ കാണാം. എനിക്കിനി സോളാപൂരിൽ നിന്ന് അങ്ങോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ AC 3 ടയറിലാണ് ടിക്കറ്റ്. അത് B2-ലാണ്. അപ്പോൾ ആ കോച്ചും കൂടെ ഒന്ന് കണ്ടേ. ഇതാണ് എൻ്റെ അടുത്ത കോച്ച് 223325 B2. ഇതിലേക്ക് നമ്മൾ സോളാപൂർ എത്തിയിട്ട് കയറും. സോളാപൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഇതിലാണ്. ഇതിലൊരു അപ്പർ ബർത്ത് കിട്ടിയിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ കയറും. നമുക്കൊന്ന് പോയി ലോക്കോ കണ്ടിട്ട് തിരിച്ചു വരാം. വാട്ടർ ബോട്ടിൽ കിട്ടിയാൽ മേടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഷോപ്പുകളൊന്നും കാണാൻ. നമ്മൾ 12-ൻ്റെ 13-ൻ്റെ എക്സ്റ്റൻഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് CSMT ആക്ച്വലി പഴയ സ്റ്റേഷനാണല്ലോ. അപ്പോൾ ഇത് പണ്ടത്തെ 16 കോച്ചും 18 കോച്ചും ഉള്ള ട്രെയിനുകൾക്ക് വേണ്ടി പണിത സ്റ്റേഷൻസാണ്, പ്ലാറ്റ്ഫോംസാണ് മിക്കവാറും എല്ലാം. അത് ഈ ട്രെയിനുകൾക്ക് നീളം കൂടുന്നതനുസരിച്ച് പ്ലാറ്റ്ഫോം ഓട്ടോമാറ്റിക്കലി നീളം കൂടുതലല്ലോ. ഇത് പിന്നീട് നീളം കൂട്ടിയതാണ്. ഇപ്പോൾ എല്ലാം 24 കോച്ച് LHBക്കാണെന്ന് വിചാരിക്കുന്നത്. കാര്യം 2 ലോക്കോ വേണ്ടി പിന്നെ സ്ഥലം കിടപ്പുണ്ട്. അപ്പോൾ എല്ലാം 24 കോച്ച് LHBക്ക് വേണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാണ് ഇപ്പോൾ പ്ലാറ്റ്ഫോംസ് എല്ലാവരും. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിൻ ഉദ്യാൻ എക്സ്പ്രസ് 11301 ലല്ലാഗുഡയുടെ 30276. ലല്ലാഗുഡയുടെ 30275 ആണ് നമ്മുടെ ലോക്കോ. ഒന്ന് ഫ്രണ്ടിൽ നിന്ന് കണ്ടേക്കാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലോക്കോ 30275 ലല്ലാഗുഡയുടെ ലോക്കോ. ജസ്റ്റ് റെഡി ആവുന്നേ ഉള്ളൂ. ഞാൻ എക്സ്റ്റൻഷൻ്റെ കാര്യം പറഞ്ഞത്, ഇത് പുതിയ എക്സ്റ്റൻഷനാണ്. ഇത് എക്സ്റ്റെൻഡഡ് പോർഷനാണ്. എക്സ്റ്റെൻഡഡ് പോർഷൻ്റെ റൂഫ് ഉണ്ടോ, എക്സ്റ്റെൻഡഡ് പോർഷനിലെ റൂഫ് നമ്മൾ സാധാരണ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പണിയുന്ന അതേ പാറ്റേണിലാണ്. ഈ എക്സ്റ്റൻഷൻ പോർഷൻ കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് പഴയ പോർഷൻ ഉണ്ട്. പഴയ പോർഷൻ റൂഫുണ്ട്. പഴയ പോർഷൻ്റെ റൂഫ് നല്ല ഹിസ്റ്റോറിക്കൽ റൂഫാണ്, ഹൈ റൈസ് റൂഫാണിത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാതെ എക്സ്റ്റെൻഡ് ചെയ്ത പോർഷൻ ഏതാണെന്നുള്ളത്. അപ്പോൾ ശരിക്കും ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ. 12-13 കോച്ചിൻ്റെ ആയിരുന്നു ഇത് ഒറിജിനലി പ്ലാറ്റ്ഫോം. അവിടെ ഒരു സ്റ്റോൾ നമുക്ക് വെള്ളം മേടിച്ചിട്ട് നമ്മൾ കോച്ചോട് തിരിച്ചു വേണി. സമയം ഇപ്പോൾ 8:15. നമ്മളിതുവരെ പുറപ്പെട്ടില്ല. ഇവിടെ ലോക്കോൾ ഒരു വരിയായിട്ട് ഉള്ളിലോട്ട് കയറി പോകുന്നുണ്ടോ. അത് ബേസിക്കലി ട്രിപ്പ് ഷെഡിനകത്തോട്ട് പോകുന്നതാണത്. ഇവിടെ ഈ കാണുന്ന ആ ഷെഡില്ല, ആ ഷെഡാണ് ട്രിപ്പ് ഷെഡ്, ഇലക്ട്രിക് ലോക്കോ ട്രിപ്പ് ഷെഡ്. അപ്പോൾ അതിനകത്തോട്ട് ലോക്കോസ് വരിയായിട്ട് കയറി പോകുന്നുണ്ട്. ഒരു വാപ്പ് 7 ഏറ്റവും പുറകിലുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു വാപ്പ് 4 ഉണ്ട്. ഒരു വാപ്പ് 7 ഉള്ളിലോട്ട് കയറി പോവുകയും ചെയ്തു. കുറച്ച് നേരത്തെ ഈ ലോക്കോസ് എല്ലാം ലൈനായിട്ട് ഉള്ളിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം കാര്യം മനസ്സിലായില്ലായിരുന്നു. പിന്നീടാണ് ഇപ്പുറത്ത് വന്ന് നോക്കിയപ്പോഴാണ് ട്രിപ്പ് ഷെഡ് കണ്ടത്. നമ്മൾ പുറപ്പെടാൻ തോന്നുന്നു. ഒരു ഹോണടി കേട്ടു. നമ്മൾ തന്നെ പുറപ്പെട്ടത്. 5 മിനിറ്റ് ലേറ്റാണ്. സമയം 8:15. 8:15. 5 മിനിറ്റ് ലേറ്റാണ്. മുംബൈ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസിൽ നിന്ന് നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഏകദേശം നടുക്കായിട്ടാണ് റേക്കിൻ്റെ. അതൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറയുന്നത് വണ്ടിക്ക് പാൻട്രി കാറില്ല. അപ്പോൾ നമുക്കൊരു ഫുഡ് ഓർഡർ ചെയ്യണം. പൂനെയിൽ നിന്നും എല്ലാം ഈ കാറ്ററിങ്ങിൽ ഓർഡർ ചെയ്യാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു ഞാൻ. അതാകുമ്പോൾ പിന്നെ
എന്താ പറയുക, നമ്മൾ വണ്ടിയിൽ വരുന്ന ഓൺ ബോർഡ് കാറ്ററിങ്ങിന് വിശ്വസിച്ചിരിക്കണ്ടല്ലോ. ഈ കാറ്ററിങ്ങിന് ഒരു ഓർഡർ ചെയ്യാമെന്ന് വെച്ചിരിക്കുകയാണ് ഞാൻ. ജസ്റ്റ് കോയിന എക്സ്പ്രസിന് ലോക്കോ വന്നിട്ടുണ്ട്. ഒരു WCAM 3 ആണ്, 21932. കോയിന എക്സ്പ്രസ് ഇവിടുന്ന് കോലാപ്പൂരിലേക്കുള്ള ട്രെയിനാണ്. 21932. ഇതാണ് ഇനി ഇപ്പുറത്തെ സൈഡ്. അവിടെ ട്രിപ്പ് ഷെഡ് കാണാം. ഇപ്പുറത്തെ ലോക്കൽ ട്രെയിനുകൾ ചെറുപറാന്ന് ഉള്ളിലോട്ട് കയറുന്ന കാണാം. അപ്പുറത്താണ് സബർബൻ സെക്ഷൻ. ആ കാണുന്ന വലിയ ബിൽഡിങ്, ട്രാക്കിനോട് ചേർന്നിട്ടുള്ള വലിയ ബിൽഡിങ് ഹജ്ജ് ഹൗസാണ്. ആ സൈഡിലോട്ടാണ് സബർബൻ സെക്ഷൻ വരുന്നത്. നമ്മൾ ജസ്റ്റ് മെയിൻ ലൈനിൽ നിന്ന് ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങുന്നുള്ളൂ. ട്രെയിനിൽ നീണ്ട് നിവർന്ന് പോകുന്ന കാണാം. നമ്മൾ ഏകദേശം നടുക്കായിട്ടാണ് ട്രെയിനിൻ്റെ. ഇത് നമ്മൾ പുറപ്പെട്ട മെയിൻ ലൈൻ സെക്ഷൻ്റെ ബാക്കി പ്ലാറ്റ്ഫോംസ്. മൊത്തം 18 പ്ലാറ്റ്ഫോം ആണ് ഇവിടെ. നമ്മളങ്ങനെ മുംബൈ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസിൽ നിന്ന് പുറത്തോട്ടിറങ്ങി. ആ കാണുന്നത് ഒരു ഹാർബർ ലൈൻ ലോക്കലാണ്. ഇതൊരു മെയിൻ ലൈൻ ലോക്കലാണ്. ലോക്കലുകൾ കണ്ടാൽ ഹാർബർ മെയിൻ ലൈൻ തിരിച്ചറിയാൻ പറ്റില്ല. ട്രാക്ക് വെച്ച് പറഞ്ഞതാണ്, അല്ലാണ്ട് ട്രെയിനുകൾ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് മെയിൻ ലൈനിലോട്ട് ജോയിൻ ചെയ്യുന്നു. ഈ കാണുന്നതാണ് മസ്ജിദ് സ്റ്റേഷൻ. ഇത് വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. പഴയ സിറ്റി ആണല്ലോ, വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള പ്രദേശമാണിത്. ബിൽഡിങ്ങുകളുടെയൊക്കെ പഴക്കം കണ്ടു. അതിനൊക്കെ മുകളിൽ ആൽമരം വളർന്നു കഴിഞ്ഞു. ലാത്തൂർ ബാർ ബീദർ എക്സ്പ്രസ്. ഇത് എവിടെ നിന്ന് വരുന്നതെന്ന് അറിയില്ല. ഈ പാലം കയറി പോകുന്നത് ഹാർബർ ലൈനാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു ലോക്കൽ ട്രെയിൻ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കാഴ്ച കൊടുക്കുന്നില്ല. കുറച്ച് നേരം നമ്മൾ ഉള്ളിൽ ഇരിക്കണമല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ഉള്ളിലോട്ട് വന്നു. ഇനി കുറച്ച് നേരം നമുക്ക് ഉള്ളിലിരിക്കാം. നമ്മൾ ബൈക്കുകളിലെത്തി. ഇനി ദാദറിലാണ് അടുത്ത സ്റ്റോപ്പ്.
നമ്മളിപ്പോൾ ജസ്റ്റ് നമ്മുടെ അടുത്ത സ്റ്റോപ്പായ ദാദറിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല രീതിക്ക് ഫ്ലാറ്റ് വീലുണ്ട് കേട്ടോ. പട്ടയെന്ന് അടിക്കുന്നു. ബോംബെ നഗരത്തിനുള്ളിൽ കൂടെ 105 km/h പോകുന്നതിൻ്റെ രസമുള്ളത് വേറെ ഫീൽ തന്നെയാണ്.
വരുന്നു. കല്യാണിയാറിൽ നിന്ന് പുറത്തിറങ്ങാൻ നിൽക്കുന്ന ഒരു ട്വിൻ WD-4 ഹൗൾഡ് BPNR കഥകളുള്ളത്. കാണുന്ന കല്യാൺ ഫ്രൈറ്റ് യാർഡ്. ഈ ഫ്രൈറ്റ് യാർഡിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട്, അപ്പോൾ ഈ വാഗൻസ് കിടക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് അവിടെ ഒരു പുതിയ പാസഞ്ചർ ടെർമിനൽ വരുന്നുണ്ട്. പാസഞ്ചർ ടെർമിനലല്ല, കല്യാൺ സ്റ്റേഷൻ വഴി കടന്നു പോകുന്ന എല്ലാ എക്സ്പ്രസ് ട്രെയിനുകളുടെ സ്റ്റോപ്പ് അങ്ങോട്ട് മാറ്റും, ആ പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറ്റും. അതിൻ്റെ ഉദ്ദേശം ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാൺ സ്റ്റേഷനെ ലോക്കൽ ട്രെയിനുകൾക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ കല്യാൺ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. शिवाजी महाराज टर्मिनस जाने वाली ट्रेन लोकल थोड़ी ही समय में प्लेटफॉर्म क्रमांक 5 पर आ रही है. यह लोकल रीवा थाने घाटकोपर कुर्ला दादर भाईखला स्थानकों पर रुकेगी. ഒരുപാട് പേര് കയറാനുണ്ട് കേട്ടോ. ഇവിടുന്ന് ഒരുപാട് പേര് കല്യാണം കയറാനുണ്ട്. ഇടിച്ച് കയറുന്നുള്ള ആൾക്കാർ പ്ലാറ്റ്ഫോമിലുണ്ടെന്ന് തിരക്ക് മൊത്തം നമ്മുടെ ഈ വണ്ടിക്കകത്തോട് കയറി കേട്ടോ. എല്ലാം കൂടി ഈ വണ്ടിക്കകത്ത് ഇടിച്ച് കയറി. പ്ലാറ്റ്ഫോം ഇപ്പോൾ കുറേ കാലിയായി കണ്ടോ. കല്യാണിൽ കിടക്കാൻ തുടങ്ങിയിട്ട് നേരം കുറച്ചായി. വണ്ടി ഇതുവരെ പുറപ്പെട്ടിട്ടില്ല. സിഗ്നലൊക്കെ പച്ചയാണ്, പക്ഷേ ഇതുവരെ ക്ലിയറൻസ് വന്നിട്ടില്ല. മീൻസ് ഇതുവരെ വണ്ടി പുറപ്പെട്ടില്ല. വണ്ടി കുറച്ച് നേരത്തെ ആരോ ചെയിൻ വലിച്ച പോലെ എനിക്ക് തോന്നി, സൗണ്ട് കേട്ട്, മറ്റേ സഡനായിട്ട് ബ്രേക്ക് റിലീസ് ആവുന്നതിൻ്റെ. വണ്ടി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതിന് മുമ്പ് തന്നെ. അപ്പോൾ എന്താ സംഭവം എന്നറിയില്ല. കുറച്ച് നേരം നമ്മൾ നിൽക്കുന്നിവിടെ. ഫൈനലി 9:19 കല്യാണിൽ നിന്ന് എടുത്തു. प्लॅटफॉर्म क्रमांक 6 वर आलेली लोकल 9:19 छत्रपती शिवाजी महाराज टर्मिनसला जाणारी जलद लोकल आहे. ही लोकल डोंबिवली ठाणे. രാവിലെ ബോംബെയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കുറേ ട്രെയിനുകളുണ്ട്. അതിനുള്ള തിരക്കും പിന്നെ ബോംബെയിലോട്ട് പോകുന്ന ലോക്കൽ ട്രെയിനുകളുടെ തിരക്ക് എല്ലാം കൂടി ചേർന്നാണ് ഈ കാണുന്നത്. ഒരുപാട് ട്രെയിനുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് അതിൻ്റെ പുറകെ കൊയ്ന എക്സ്പ്രസ് വരാനുണ്ട്. അത് കൂടാതെ പുഷ്പക് എക്സ്പ്രസ് പോകാനുണ്ട് ടുവേർഡ്സ് ലക്നൗ. അങ്ങനത്തെ കുറേ ട്രെയിനുകൾ ഈ സമയത്ത് ബോംബെയിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഇനിയിപ്പോൾ നമുക്ക് നല്ലൊരു ടാസ്ക് ഉണ്ട്. നമുക്ക് ഇരിക്കാൻ സ്ഥലമില്ല. കാര്യം എൻ്റെ ഒരു സൈഡ് അപ്പർ ബർത്താണ് 47 RAC ആണ്. അതിൽ 2 പേര് വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ പ്രാവശ്യം നമ്മൾ മുകളിൽ കയറി ഇരിക്കേണ്ടി വരും. നമുക്ക് ഇരിക്കാൻ സ്ഥലമില്ല ഇനി അങ്ങോട്ട്. നമുക്കിനി ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സൈഡ് അപ്പർ ബർത്തിൽ തന്നെ കയറിയിരിക്കണം. ഇതാണ് സൈഡ് ബർത്ത് കിട്ടിയാലുള്ള ഏറ്റവും വലിയ തലവേദന. प्लॅटफॉर्म क्रमांक 5 वर थोड़ी ही समय में प्लेटफॉर्म क्रमांक 5. അപ്പോൾ അങ്ങനെ നമ്മൾ കല്യാണിൽ നിന്ന് പുറത്തിറങ്ങി. ഇപ്പം നമ്മുടെ ട്രെയിൻ ഇവിടെ നമ്മൾ റൈറ്റിലോട്ട് നേരെ ടുവേർഡ്സ് കർജത്ത് പോകും. ട്രെയിൻ അങ്ങ് ഫ്രണ്ടിലങ്ങ് ലോക്കൽ റൈറ്റിലോട്ട് തിരിയുന്ന നിങ്ങൾക്ക് കാണാം. അതാണ് കർജത്ത് ലൈന്. ഞാനിപ്പോൾ ലെഫ്റ്റ് സൈഡ് കാണിച്ചു തരാം. ലെഫ്റ്റ് സൈഡിലാണ് കസാര ലൈൻ. അത് കസാര ലൈൻ എന്ന് പറയുമ്പോൾ നാസിക് ലൈന്. നമ്മളൊരു ഗരീബ് രഥ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ആ ലൈനിലാണ് പോയത്. ഞാനിപ്പോൾ ആ ലൈൻ കാണിച്ചു തരാം. ഇതാണ് ലെഫ്റ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡിലോട്ട് അങ്ങ് പോകുന്ന ലൈനുകൾ അങ്ങേ അറ്റത്തുള്ള 2 ലൈനിൽ അതാണ് കസാരയ്ക്കുള്ള ലൈൻ. കസാര, ഇഗത്പുരി, നാസിക്, അങ്ങനെ ഡൽഹി ഭാഗത്തോട്ട്, ഭുസാവൽ ഡൽഹിയോട്ട്. നമ്മുടെ മംഗള എക്സ്പ്രസ് അതുവഴിയാണ് പോകുന്നത്. അതായിരുന്നു കല്യാൺ ജംഗ്ഷൻ സ്റ്റേഷൻ. വെസ്റ്റ് കല്യാൺ ജംഗ്ഷനിൽ നിന്ന് ഇറങ്ങി നമ്മൾ ടുവേർഡ്സ് റൈറ്റ് തിരിയുന്നു. അത് നേരെ പോകുന്നതാണ് ഞാൻ പറഞ്ഞ ലൈന്, ഇഗത്പുരി കസാര പോകുന്ന ലൈന്. ഈ നടുക്കലത്തെ ഈ ട്രയാങ്കിൾ പോലത്തെ സ്ഥലമുണ്ടല്ലോ, ഇതിനകത്താണ് കല്യാൺ ഇലക്ട്രിക് ലോക്കോ ഷെഡ് ഉള്ളത്.
കല്യാൺ ഇലക്ട്രിക് ലോക്കോ ഷെഡ് നമുക്ക് ഇവിടുന്ന് വിസിബിൾ അല്ല, അത് ശരിക്കും മറ്റേ ലൈനിൽ നിന്നാണ് വിസിബിൾ. ഞാൻ കഴിഞ്ഞ ഗരീബ് രത്ത് യാത്ര വീഡിയോയിൽ ഞാനത് കാണിച്ചിരുന്നു. ഇപ്പോൾ അതാണ് മുകളിൽ കൂടെ ഒരു ലൈൻ പോകുന്ന കാണാം, എലിവേറ്റഡ് ആയിട്ട്. അത് കല്യാണി ആഡ് ചെയ്യുന്ന ഫ്രൈറ്റുകൾക്ക് ടുവേർഡ്സ് ഇഗത്പുരി പോകാനുള്ള ഒരു ലൈനാണത്. കല്യാണി ആഡ് ചെയ്യാൻ നേരത്തെ കാണിച്ചായിരുന്നു. കല്യാണി ഫ്രൈറ്റ് ആഡിൽ നിന്ന് വന്നിട്ട് ടുവേർഡ്സ് ഇഗത്പുരി വന്ന ഫ്രൈറ്റ് ട്രെയിനുകൾക്ക് വേണ്ടി ഉള്ളൊരു ലൈനാണ്. പുതിയ പാസഞ്ചർ ടെർമിനൽ വന്നു കഴിഞ്ഞാൽ യാത്രാ വണ്ടികളും കല്യാണി ആഡിൽ നിന്ന് ഇതേ പാലം വഴി ഇഗത്പുരി ലൈനോട് പോയി ജോയിൻ ചെയ്യും. ഫ്ലാഷ് വീലിൻ്റെ കിളിനാഥം കേട്ടോ. ഇപ്പോൾ ഒരു സെറ്റ് ലൈനുകൾ വരുന്ന കാണാം. ഇത് കല്യാൺ ഫ്രൈറ്റ് ആഡിൽ നിന്ന് ടുവേർഡ്സ് പൂനെ പോകുന്ന ഫ്രൈറ്റുകൾക്കുള്ളതാണ്. കല്യാൺ ഫ്രൈറ്റ് ആഡിൽ നിന്ന് വന്നിട്ട് ടുവേർഡ്സ് പൂനെ പോകുന്ന ഫ്രൈറ്റുകൾക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പാസഞ്ചർ ടെർമിനലാണെന്ന് പറഞ്ഞാൽ യാത്രാ വണ്ടികളും ഇതേ ലൈൻ വഴി വരും. അങ്ങേ അറ്റത്ത് അകത്തായിട്ടാണ് കല്യാൺ ഡീസൽ ലോക്കോ ഷെഡ്. നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റില്ല, യാർഡിനകത്താണത്. ഡെക്കൻ ക്വീൻ എക്സ്പ്രസ് ആയിരുന്നു.
കർജത്ത് സബർബൻ കോറിഡോറിൻ്റെ റെയിൽവേ ലൈൻ വരുന്ന പാലമാണ് ഈ കാണുന്നത്. കർജത്ത് സ്റ്റേഷനിൽ നമുക്ക് ഷെഡ്യൂൾഡ് ഹോൾട്ട് ഇല്ല, പക്ഷേ ബാങ്കർ ലോഗോ അറ്റാച്ച്മെൻറ്റ് വേണ്ടി നമ്മളിവിടെ നിർത്തും. അപ്പോൾ ഇവിടുന്ന് ബാങ്കർ ലോഗോ അറ്റാച്ച് ചെയ്തിട്ട് ബാങ്കർ ലോഗോ തള്ളി കയറ്റിയാണ് നമ്മൾ ലോണവാലയിലേക്ക് പോകും. കർജത്ത് സ്റ്റേഷൻ വിട്ടോടനെ നമ്മൾ ബോർ ഗാർഡ്സ് എന്ന് പറഞ്ഞ ഗാർഡ് സെക്ഷനിലേക്ക് കയറും. 1-37 ഗ്രേഡുള്ള ഗാർഡ് സെക്ഷനാണ്, അതുകൊണ്ട് തന്നെ ബാങ്കർ ലോഗോസ് ആവശ്യമാണ്. ഈ കാണുന്ന റെയിൽവേ ലൈൻ എന്ന് പറയുന്നത് പൻവേൽ കർജത്ത് റെയിൽവേ ലൈനാണ്, എക്സിസ്റ്റിംഗ് റെയിൽവേ ലൈനാണ്. ഇത് സബർബൻ ട്രെയിൻ ഇത് എക്സ്പ്രസ് ട്രെയിനുകളും അതുപോലെ ഫ്രൈറ്റ് ട്രെയിനുകളും മാത്രമാണ് ഇതുവഴി ഓപ്പറേറ്റ് ചെയ്യുന്നത്. സബർബൻ ട്രെയിനുകളുടെ പുതിയ കോറിഡോർ പുതിയതായിട്ട് പണിത് വരുന്നുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് കർജത്ത് സ്റ്റേഷനിലോട്ട് കയറാൻ പോകുന്നു. കർജത്ത് സ്റ്റേഷൻ ആക്ച്വലി വടാപ്പാവിന് ഭയങ്കര ഫേമസ് ആണ്. കർജത്ത് സ്റ്റേഷനിൽ ദിവാഡ്കർ എന്ന് പറഞ്ഞൊരു കമ്പനി, ഒരു ബ്രാൻഡിൻ്റെ വടാപ്പാവ്, ബ്രാൻഡല്ല, ഒരു ട്രഡീഷണൽ ബിസിനസ്സാണ്, ഫാമിലി ബിസിനസ്സാണിത്. അവരുടെ വടാപ്പാവ് കിട്ടും ഇവിടെ, ഭയങ്കര ഫേമസ് ആണിത്. കഴിഞ്ഞ ഒരു പ്രാവശ്യം നമ്മൾ കർജത്ത് വഴി പോയപ്പോൾ എനിക്കന്ന് മേടിക്കാൻ പറ്റിയില്ല, ബിക്കോസ് അന്ന് വയറിങ്ങനെ വല്ലാണ്ട് സ്തംഭിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അന്ന് വടാപ്പാവ് മേടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് നമുക്ക് വടാപ്പാവ് ട്രൈ ചെയ്യണം ഇവിടുന്ന്. നമ്മൾ ജസ്റ്റ് ലൂപ്പ് ലൈനിലോട്ട് കയറി ഈ കിടക്കുന്ന ലൈനിൽ ഈ നിങ്ങൾ നേരെ കാണുന്ന ലൈൻ, മെയിൻ ലൈനിൽ കിടക്കുന്നത് ബാങ്കർ ലോക്കോസ് ആണ്. ഇതുവഴി പോകുന്ന എല്ലാ ട്രെയിനുകൾക്കും ഇവിടെ നിന്ന് അങ്ങോട്ട് ബാങ്കർ ലോക്കോസ് ആവശ്യമാണ്, വന്ദേ ഭാരത് ഒഴികെ. ഈ റൂട്ടിൽ നിലവിൽ ഒരു വന്ദേ ഭാരത് ആണല്ലോ, മുംബൈ CSMT സോളാപൂർ വന്ദേ ഭാരത്. വന്ദേ ഭാരത് എക്സ്പ്രസ് ഒഴികെ ബാക്കി എല്ലാ ട്രെയിനുകളും കർജത്തിൽ നിർത്തി ബാങ്കർ ലോക്കോസ് അറ്റാച്ച് ചെയ്തിട്ടാണ് മല കയറുന്നത്. ഇതൊക്കെ ബാങ്കർ ലോക്കോസാണ്. കല്യാൺ ഷെഡിൻ്റെ WAG7 ലോക്കോസാണ് ബാങ്കർ ലോക്കോസായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്കൊന്ന് കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് വടാപ്പാവ് മേടിക്കാം, ദിവാഡ്കറിൻ്റെ വടാപ്പാവ് മേടിക്കാം. വടാപ്പാവ് മേടിച്ചിട്ട് അതിൻ്റെ വിശേഷങ്ങൾ കാണാം. ഇതാണ് ദിവാഡ്കർ വടാപ്പാവ്, ദിവാഡ്കറിൻ്റെ സ്പെഷ്യൽ വടാപ്പാവ്. നമുക്കിതൊരു പ്ലേറ്റ് മേടിക്കാം. ഇതാണ് ദിവാഡ്കറിൻ്റെ വടാപ്പാവിൻ്റെ വട സ്ക്വയർ ഷേപ്പിലാണ് ഇവരുടെ വട. നമ്മളിപ്പോൾ ജസ്റ്റ് കർജത്ത് ചെയ്ത് നമുക്കിത് കഴിച്ച് തീർക്കാം. നല്ല ചൂടുണ്ട്, നിർത്തി അധികം താമസിച്ച് തന്നെ വണ്ടി എടുത്തു കേട്ടോ. വടപ്പാവ് അടിപൊളി, വ്യത്യസ്ത ടേസ്റ്റാണ് ഇതിൻ്റെ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, വേറെ ലെവൽ സാധനമാണിത്. ഇത് മിസ് ചെയ്ത് റൂട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് കർജത്തിൽ നിന്ന് പുറപ്പെട്ടു. എന്തോ ഒരു പ്രശ്നമുണ്ട്, കാര്യം ട്രെയിൻ വിട്ടിട്ട് പകുതി മെയിൻ ലൈനോട് കയറിയ വണ്ടി പിന്നെ വീണ്ടും നിർത്തി. എന്താ സംഭവം എന്നറിയില്ല, വണ്ടി നിന്നെടുക്കാണ്. ഇപ്പോൾ ഒന്ന് നിർത്തിയിട്ട് കുറച്ച് നേരമായി. എന്തോ സീനുണ്ട്. ജസ്റ്റ് വിട്ടു. അപ്പം അങ്ങനെ കർജത്ത് സ്റ്റേഷനിൽ വിട്ടു. ഇനിയിപ്പോൾ നമ്മുടെ ഘാട്ട് സെക്ഷൻ അധികം താമസിച്ചാൽ തുടങ്ങും. കുറച്ച് ദൂരം കൂടിയുണ്ട്. കർജത്തിന് പളസ്ധരി എന്ന് പറഞ്ഞ സ്റ്റേഷനും, പളസ്ധരി മുതലാണ് ഘാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് കർജത്തിലത്തെ ഒരു ഫ്രൈറ്റ് യാർഡാണ്. സഹാരൻപൂരിൻ്റെ ഒരു വാഗണൈനാണ് കിടക്കുന്നത്. പിന്നെ അപ്പുറത്തെ സൈഡ് ഒരു വാഗണൈനും കൂടെ കിടക്കുന്നുണ്ട്. തല മാത്രം കാണാം, പാൻറ്റോ മാത്രം കാണാം.
നാഗർലോക്കുമാണ്. ബാങ്കിങ് ഡ്യൂട്ടി കഴിഞ്ഞ് മല ഇറങ്ങി തിരിച്ചു വന്നതാണ്. ഇനിയിപ്പോൾ തിരിച്ച് ഇവിടുന്ന് ഏതെങ്കിലും ട്രെയിൻ തള്ളിക്കൊണ്ട് മുകളിലോട്ട് പോകാനുള്ളതാണ്. ഇതാണ് പഴസ്ധരി സ്റ്റേഷൻ. പഴസ്ധരി സ്റ്റേഷനിൽ നമുക്ക് സ്റ്റോപ്പില്ല. അങ്ങേയറ്റത്തൊരു ലൈനുണ്ട്, സബർബൻ ലൈൻ. കോപ്പോളിയിലോട്ട് പോകുന്ന സബർബൻ ട്രെയിനുകൾ നിർത്തുന്ന ഒരു പ്ലാറ്റ്ഫോം കാണാം അങ്ങേയറ്റത്ത്. അത് കോപ്പോളിയിലോട്ട് പോകുന്ന സബർബൻ ട്രെയിനുകൾ മാത്രമാണ് ഇവിടെ നിർത്തുന്നത്. വേറെ വണ്ടികളൊന്നും പഴശ്ശേരി നിർത്താറില്ല. ഇവിടെ മൂലം കൊണ്ട് നമ്മുടെ ഗാർഡ് സെക്ഷൻ സ്റ്റാർട്ട് ആവുകയായി. ഇവിടെ മൂലം നമ്മുടെ കയറ്റം കയറിക്കൊള്ളതായി. അപ്പോൾ ആ താഴെ കൂടെ പോകുന്ന ലൈനാണ് കോപ്പോളിയിലോട്ട് പോകുന്ന ലൈന്, കർജത്ത് കോപ്പോളി ലൈന്. കർജത്തിലും ലോണവാലയ്ക്കും ഇടയ്ക്ക് 3 ലൈനുകളുണ്ട്. ട്രിപ്പിൾഡാണ് ഈ റൂട്ട്. അപ്പോൾ ഈ ലൈനാണ് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന ലൈനിൻ്റെ പേര് ഡൗൺ ലൈൻ എന്നാണ്. ലൈനിൻ്റെ പേര് ഡൗൺ ലൈൻ എന്നാണെങ്കിൽ നമ്മൾ ശരിക്കും കയറ്റം കയറുകയാണ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് മിഡ് ലൈൻ. നമ്മുടെ തൊട്ട് റൈറ്റ് സൈഡിലാണ് മിഡ് ലൈന്. പിന്നെ എക്സ്ട്രീം റൈറ്റ് സൈഡിലുള്ളത് അപ്പ് ലൈനാണ്. അപ്പ് ലൈൻ എന്ന് പറയുന്നത് ശരിക്കും മല ഇറങ്ങി വരുന്ന ലൈനാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈം ഡെക്കൻ ക്വീൻ എക്സ്പ്രസ് ട്രാവൽ ചെയ്തപ്പോൾ നമ്മൾ അപ്പ് ലൈൻ വഴിയായിരുന്നു വന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഡൗൺ ലൈൻ വഴിയാണ് പോകുന്നത്. അപ്പ് ലൈൻ്റെയും ഡൗൺ ലൈൻ്റെ അലൈൻമെൻറ്റ് ചില സ്ഥലങ്ങളിൽ വ്യത്യാസമുണ്ട്. അപ്പ് ലൈൻ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പാത്ത് എടുത്ത് പോകും. കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അപ്പ് ലൈൻ പിന്നെ തിരിഞ്ഞ് വേറൊരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പാത്ത് വഴി പോകും. നാഗ്നാഥ് എന്ന് പറഞ്ഞൊരു ക്യാബിൻ വഴിയാണ് പോകുന്നത്. നമ്മൾ അതിനുള്ള ആ ക്യാബിനുള്ള വീഡിയോസ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിരുന്നു. എന്നാൽ അതിൽ നമ്മൾ അടിപൊളിയായിട്ടൊരു വാട്ടർഫോൾസൊക്കെ കണ്ടായിരുന്നു. അതുവഴിയാണ് 3ാമത്തെ ലൈൻ അഥവാ അപ്പ് ലൈൻ പോകുന്നത്. ഏതോ ഒരു ട്രെയിൻ ഇപ്പോൾ ഡൗൺ ലൈൻ വഴി പോയി.
കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡെക്കൻ ക്വീൻ വന്നപ്പോൾ ഇവിടെ നല്ല പച്ചയായിരുന്നു, അതായത് നമ്മൾ മഴ ജസ്റ്റ് കഴിഞ്ഞ സമയത്താണ് വന്നത്. അപ്പോൾ എല്ലാം ഉണങ്ങി, ഇപ്പോൾ വിൻ്റർ ആയല്ലോ. നമ്മൾ ജാംബ്രങ് ക്യാബിനെത്തി. അപ്പ് ഹിൽ ട്രെയിൻ ആണെങ്കിൽ നമുക്ക് സ്റ്റോപ്പില്ല, അപ്പ് ഹിൽ ട്രെയിൻ ആണെങ്കിൽ നമുക്ക് നേരെ നിർത്താണ്ട് പോകാം. ഡൗൺ ഹിൽ ട്രെയിൻ ആണെങ്കിൽ ഇതിലെല്ലാ ക്യാബിനിലും നിർത്തി ബ്രേക്ക് ടെസ്റ്റിംഗ് ഉണ്ട്. ക്യാറ്റ് സൈഡിങ് ഉണ്ട്. ഇത് ഠാക്കുർവാടി ക്യാബിനാണ്. ഠാക്കുർവാടി ക്യാബിനും അതിൻ്റെ ക്യാറ്റ് സൈഡിങ് ആണ് കണ്ടത്. ഈ ലൈനിൻ്റെ ഠാക്കുർവാടി ഉള്ള പോലെ തന്നെ അപ്പുറത്തെ ലൈനിൻ്റെ നാഗ്നാഥാണ്. നമ്മൾ ജസ്റ്റ് മങ്കി ഹിൽ ക്യാബിൻ എത്തുകയാണ്. മങ്കി ഹിൽ ക്യാബിനിലൊരു കാറ്റ് സൈഡിങ് ഉണ്ട്. ഈ റൂട്ടിൽ ഏറ്റവും ഭംഗിയുള്ള കാറ്റ് സൈഡിങ് ഇതാണ്. ഈ കാണുന്നതാണ് കാറ്റ് സൈഡിങ്.
കാഴ്ചയിൽ മല കയറി പോകുന്നത്. ഇപ്പോൾ തേർഡ് ലൈൻ അഥവാ നാഗ്നാഥ് ലൈൻ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇതാണ് മങ്കി ഹിൽ ക്യാബിൻ. ഘാട്ട് സെക്ഷനിൽ കൂടെ നിലവിൽ ഒറ്റ വന്ദേ ഭാരത് സർവീസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പോയ വണ്ടിയാണ്. സോലാപൂർ മുംബൈ CSMT തിരിച്ച് മുംബൈ CSMT സോലാപൂറായിട്ട് കൊടുത്തത്. മറ്റേ ഘാട്ട് വഴി, അതായത് നമ്മുടെ കസാര ഇഗത്പുരി ഘാട്ട് വഴി 2 സർവീസുകളുണ്ട്. ഷിർഡിയിലേക്ക് പോകുന്നൊരു വന്ദേ ഭാരതുണ്ട്, അതുപോലെ ജാൽനയിലേക്ക് പോകുന്നതുണ്ട്. ഖണ്ടാല എത്തിയിരിക്കുന്നത്. ഇതാണ് ഖണ്ടാല. ഇവിടെ സ്റ്റോപ്പില്ല, ഇവിടെ റൺ ത്രൂ ആണ്. കഴിഞ്ഞ വർഷം ഖണ്ടാല കൂടെ പോയപ്പോൾ ഞാൻ ആമിർ ഖാൻ്റെ പാട്ട് കാര്യം പറയാനോ, ആ സ്ഥലമാണ് ഈ സ്ഥലം. അങ്ങനെ നമ്മൾ ലോണാവല സ്റ്റേഷനിലേക്ക് അടുക്കുകയാണ്. ലോണാവലയിൽ വെച്ച് നമ്മുടെ ബാങ്കേഴ്സ് ഡിറ്റാച്ച് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടിച്ച് പറിച്ചങ്ങ് പൂനെയിലോട്ടൊക്കെ പോവുള്ളൂ. കയറാൻ പോകുന്നു. ഇവിടെ ഒരു ഫ്രൈറ്റ് താഴെ പോകുന്നുണ്ട്. അപ്പോൾ ലോഡഡ് ഫ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ബ്രേക്കേഴ്സ് ആവശ്യമാണ്. അപ്പോൾ 3 G7 ബ്രേക്കേഴ്സായിട്ട് ഫ്രണ്ടിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. WDG4 ട്വിൻസ് ആണ് ആക്ച്വൽ ലോഡ് പവർ. സിമെൻറ്റ് ടാങ്കറാണ്. അൾട്രാടെക് സിമെൻറ്റിൻ്റെ സിമെൻറ്റ് ബൾക്കർ ആണ് പോകുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് ലോണാവല സ്റ്റേഷനിലോട്ട് കയറുന്നു. ഇവിടെ നമുക്ക് ഷെഡ്യൂൾഡ് സ്റ്റോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ ചെക്ക് ചെയ്തില്ല. എന്തായാലും നമ്മൾ നിർത്തും, കാര്യം ബാങ്കേഴ്സ് അൺകപ്പിൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മളങ്ങനെ ലോണാവലയിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മൾ ജസ്റ്റ് ലോണാവലയിൽ നിന്ന് പുറപ്പെടുകയായി. അത്യാവശ്യം ആൾക്കാർ ഇറങ്ങാനും കയറാനൊക്കെ ഉണ്ടായിരുന്നു. ഇൻട്രസ്റ്റിംഗ്ലി എനിക്കൊന്നു വീക്കെൻഡല്ലേ, ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ ലോണാവലയിൽ വീക്കെൻഡ് കൂടാൻ വരുന്ന ആൾക്കാരായിരിക്കും. കുറച്ചധികം ആൾക്കാർ ഇറങ്ങാനുണ്ടായിരുന്നു ഇവിടെ. അത്രയും തന്നെ ആൾക്കാർ ഏകദേശം കയറുകയും ചെയ്തു വിടുന്നു. പ്ലാറ്റ്ഫോം സൈഡിലെ ഡോറ് ഓക്യുപ്പൈഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പിടിക്കുന്നത്.
ഇനിയിപ്പോൾ ലോണവാല കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രോസിങ്സ് വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും കുറച്ച് നേരം അകത്ത് പോയി ഇരിക്കാൻ പോകണം. നമ്മൾ കല്യാൺ വിട്ടപ്പൂവിൻ്റെ ഡോറിലാണ്. കോച്ചിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു. നേരത്തെ കാണിച്ചപ്പോൾ തന്നെ പറഞ്ഞത് മെയിൻ്റനൻസ് വലിയ ഗുണമില്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് ലോവർ സീറ്റ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ അപ്പർ ബർത്ത് കയറി കിടക്കുമായിരുന്നു. അപ്പോൾ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, ഇതിൻ്റെ ഇൻഡിവിജ്വൽ AC ഇവൻസിൻ്റെ അവസ്ഥ കണ്ടോ. ഇൻഡിവിജ്വൽ AC ഇവൻസൊക്കെ ഒരിങ്ങനെ മാറ്റിയിട്ട് ഒരു മറ്റേ ഡെക്കോലാം ഷീറ്റ് ഇട്ട് അതിൽ തൊള്ളയിട്ട് വെച്ചിരിക്കുക. മറ്റേ കൺട്രോളും ഇതൊക്കെ പോയി. ഇതാണ് ഈ കോച്ചിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇവിടെ മെയിൻ ലൈനിൽ ഒരു ഫ്രൈറ്റർ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ലൂപ്പ് വഴി ഓവർടേക്ക് ചെയ്ത് കയറി പോവാണ്. കാലി ഫ്ലാറ്റ് ബെഡ് വാഗൺസ് ആണ്, കണ്ടെയ്നർ കൊണ്ടുവന്ന ഫ്ലാറ്റ് ബെഡ്സ് ആണിത്. അവിടെ ലൂപ്പ് ലൈനിലായിട്ട് ശിവാജിനഗറിൽ വന്ന് നടക്കുന്നൊരു EMU കാണാം, ലോക്കൽ ട്രെയിൻ കാണാം. ഇത് പൂനെ ലോണവാല സെക്ഷനിലോടുന്ന ലോക്കൽ ട്രെയിനാണ്. പൂനെ ലോണവാല സെക്ഷനിൽ മാത്രമായിട്ട് കുറച്ച് ലോക്കൽ ട്രെയിൻ മണിക്കൂറിൽ ഒരെണ്ണോ അരമണിക്കൂറിൽ ഒരെണ്ണം അങ്ങോട്ട് വെച്ച് ഓടുന്നതാണ്. ഇത് ബോംബെ ലോക്കൽ ട്രെയിനിലാണ്. ബോംബെയിൽ നിന്ന് കുറച്ച് വെഹിക്കിൾ ഇതിനു വേണ്ടി പൂനെ കൊണ്ടു വച്ചിരിക്കുന്നതാണ്. ഇനി അടുത്ത സ്റ്റേഷൻ പൂനെയാണ്. അടുത്ത സ്റ്റോപ്പ് നമ്മുടെ സ്റ്റോപ്പ് പൂനെ തന്നെയാണ്. 11:40 നമ്മുടെ പൂനെയിൽ അറൈവൽ ടൈം. 11:39 ഇപ്പോൾ തന്നെ. അപ്പോൾ നമ്മളൊരു അല്പം ലേറ്റ് ആയിരിക്കും. എനിക്കൊന്നൊരു 4-5 മിനിറ്റ് ലേറ്റായിട്ട് നമ്മൾ പൂനെ ജംഗ്ഷനിൽ പോയി കയറും. ഈ ട്രെയിനിന് പാൻട്രി കാറിൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഓൺബോർഡ് കാറ്ററിംഗ് ഉണ്ട്. ഓൺബോർഡ് കാറ്ററിങ്ങിൻ്റെ സ്റ്റാഫ് അല്പം മുമ്പ് ലഞ്ചിന് ഓർഡർ എടുക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഓൾറെഡി ഓൺലൈനായിട്ട് ലഞ്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. പൂനെയിൽ നിന്ന് അതെൻ്റെ ലഞ്ച് കിട്ടും. പത്ര ടു ഷെഡിൻ്റെ WAG 9HC ആണിത്. പൂനെ സ്റ്റേഷൻ്റെ ഹോം സിഗ്നൽ ഒന്ന് കിടപ്പായി. ഇവിടെ തൊട്ടടുത്തായിട്ടൊരു മെട്രോ സ്റ്റേഷൻ്റെ പണിയാണ് നടക്കുന്നത്. മെട്രോ സ്റ്റേഷൻ്റെ വർക്ക് നടക്കുന്നതാണ്. കുറച്ച് നേരം ഔട്ടറിൽ കാത്തുകെട്ടി കിടന്നിട്ട് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് പൂനെ സ്റ്റേഷനോട് കയറാൻ പോകുന്നു. ഇവിടെയൊക്കെ പൂനെ മെട്രോൻ്റെ സ്റ്റേഷൻസ് കാണാം. അവിടെ സ്റ്റേഷനിലേക്ക് ഒന്ന് ഓപ്പൺ എന്നൊന്ന് കണ്ടിട്ട്, പക്ഷെ മുകളിലുള്ള കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ മെട്രോ ട്രെയിനൊന്നും റണ്ണിങ് കാണാൻ പറ്റിയില്ല ഇതുവരെ. ഇത് എന്താ പറയുന്നത്, ടിറ്റാഗർ വാഗൺസ് എങ്ങാണ്ടാണ് ഇവരുടെ മെട്രോ പണിതിരിക്കുന്നത്, കോച്ച് പണിതിരിക്കുന്നത്. ഒരു ഫ്രഞ്ച് കമ്പനിയുടെ പാർട്ട്ണർഷിപ്പിലാണ് മറ്റോ. ഇത് കുറച്ച് ഡിഫറെൻറ്റ് ലുക്കിംഗ് ട്രെയിനുകളാണ് ഇവരുടെ. ദൂരേന്നൊരു മെട്രോ ട്രെയിൻ അതോട്ട് കയറുന്നുണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല. താഴെ കൂടെ ഒരു ഇലക്ട്രിക് ബസ് പോകുന്നുണ്ട്. കാണുന്ന സാധനത്തിനാണ് സ്വിച്ച് എക്സ്പാൻഷൻ ജോയിൻ്റ് എന്ന് പറയുന്നത്. ഈ സ്വിച്ച് എക്സ്പാൻഷൻ ജോയിൻ്റ് എന്ന് പറയുന്നത് ഇവിടെ കാണാം. ഇത് ഇവിടെ കണ്ടു. ഇവിടെ 2 റെയിൽവേ ലൈനുകൾ വന്ന് അവസാനിച്ചിട്ട് ആ ഭാഗത്ത് ടെമ്പററി ഒരു കുഞ്ഞ് റെയിൽവേ ലൈൻ കൂടെ കൊടുത്തിരിക്കുന്നു. ഇതെന്തിനാ വെച്ചാൽ സമ്മർ സമയത്ത് ഇത് എക്സ്പാൻഡ് ആവുമല്ലോ. സമ്മർ സമയത്ത് ട്രാക്ക് ഇരുമ്പായതുകൊണ്ട് അത് എക്സ്പാൻഡ് ആവും. അതുപോലെ വിൻ്ററിൽ അത് കോൺട്രാക്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കേസിൽ റെയിൽ ഫ്രാക്ചർ പോലത്തൊന്നും ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി ഈ ലോങ് വെല്ലൽ റൈറ്റുകൾക്ക് ഫ്രീക്വൻറ്റ് ഇൻ്റർവെൽസിൽ അവർ സ്വിച്ച് എക്സ്പാൻഷൻ ജോയിൻറ്റ്സ് കൊടുക്കും, അഥവാ SEJ കൊടുക്കും. ഈ കാണുന്നതാണ് ഒരു സ്വിച്ച് എക്സ്പാൻഷൻ ജോയിൻറ്റ്. കുറച്ചധികം നേരം ഇവിടെയും പിടിച്ചിട്ടു. ഏകദേശം 11:42-43 പൂനെ എത്തുന്ന വിചാരിച്ചാൽ 12:00 അപ്പോൾ നമ്മൾ കയറാൻ പോകുന്നുള്ളൂ പൂനെയിലോട്ട്. ശിവാജി നഗറിനും പൂനെ ജംഗ്ഷൻ ഇടയ്ക്കാണ് പിടിച്ചിട്ടത് മൊത്തം.
മെമു ഡെമുവിൻ്റെ അങ്ങോട്ട് കോച്ചാണത്. ഇപ്പുറത്തൊരു LHB കോച്ച് കിടക്കുന്നുണ്ട്. പൂനെ ദാനാപൂർ സഹർസ ആണ് ബോർഡ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു പുത്തൻ LHB കിടക്കുന്നുണ്ട്. ഗരീബ് രഥ് എക്സ്പ്രസ് നാഗ്പൂർ പൂനെ നാഗ്പൂർ. ഇതിനും LHB ആയല്ലേ. ഇത് ഗരീബ് രഥ് മാറ്റി സാധാരണ ട്രെയിൻ ആക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യുന്നില്ല. അവർ ഇനി LHB കൊടുക്കുക ചെയ്തത് നന്നായി. നാഗ്പൂർ പൂനെ ഗരീബ് രഥ് എക്സ്പ്രസ്സിൽ 18 AC എക്കണോമി കോച്ചുകളുണ്ട്. അടിപൊളി. അതായത് 18 AC എക്കണോമി, 2 ജനറേറ്ററും 20 കോച്ച്. ആവശ്യമുണ്ടെങ്കിൽ 2 അഡീഷണൽ എക്കണോമി കോച്ചും കൂടി ഇടാൻ പറ്റും തിരക്കുള്ള സമയത്ത്. അങ്ങനെയാണെങ്കിൽ 22 കോച്ചിൻ്റെ ഫുൾ ഫോർമേഷൻ ആവും. പൊളി. നമ്മുടെ എറണാകുളം പൂനെ സൂപ്പർ ഫാസ്റ്റ് അധികം താമസിയാതെ LHB കോച്ചാവെന്ന് പറയുന്നുണ്ട്. അത് പൂനെ ബേസ് റേക്കാണ്. ഞാൻ അധികം താമസിച്ചത് കിട്ടുമെന്ന് പറയുന്നുണ്ട്. കാര്യം കോച്ച് ചിലപ്പോൾ തറവറന്ന് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പൂനെ ജംഗ്ഷനിലോട്ട് കയറുന്നു. ഇവിടെ നിന്ന് എൻ്റെ ഫുഡ് കിട്ടും. ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ ഫുഡ് പോയെന്ന് കഴിക്കും ഞാൻ ഉടനെ വളരെ പെട്ടെന്ന്. വിശന്ന് തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. വിശപ്പാണോ ഗ്യാസാണോന്ന് മനസ്സിലാവുന്നില്ല. അപ്പം ഈ സൈഡിൽ തന്നെ ഒന്ന് പ്ലാറ്റ്ഫോം കണ്ടിട്ട് പ്ലാറ്റ്ഫോം 1-ലേക്കാണ് തോന്നിയിരുന്നത്. പൂനെ ജംഗ്ഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 1-ലേക്ക് നമ്മൾ ചെല്ലുന്നത്. ഇവിടുന്ന് കയറാനുള്ള തിരക്കുണ്ട്. ഇതൊക്കെ ജനറലോട്ട് കുത്തി ഇട്ടിച്ച് കയറാനുള്ള തിരക്കാണിത് ഈ കാണുന്നത്. 11301 KSR ബംഗളൂരോട്ട് വന്ന് ഉദ്യാൻ എക്സ്പ്രസ്സിലാണ് നമ്മൾ. ജനറലോട്ട് കയറാനുള്ള തിരക്കാണ് ഈ കാണുന്നത്. സമയം ഇപ്പോൾ 12:05. 11:40 ഇവിടെ വരേണ്ട വണ്ടിയായിരുന്നു. അപ്പോൾ 25 മിനിറ്റ് ലേറ്റാണിപ്പോൾ. അപ്പോൾ നമ്മളങ്ങനെ പൂനെ ജംഗ്ഷനിലെത്തി. 12:07 നമ്മൾ നിർത്തിയപ്പോഴേക്കും. അപ്പോൾ നമ്മൾ 27 മിനിറ്റ് ലേറ്റാണ്. ഇതായിരുന്നു നമ്മൾ വന്ന കോച്ച്. നമ്മുടെ ഈ കാറ്ററിംഗ് ഫുഡ് ഇപ്പോൾ ഉടനെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് മേടിച്ച് വെക്കണം. അത് വിട്ട് കഴിഞ്ഞാൽ ഉടനെ അത് കഴിക്കാനും പോകണം. വണ്ടി പുറപ്പെടാനായിട്ട് ഈ കാറ്ററിംഗുകാരനെ കണ്ടില്ല. അപ്പോൾ ഞാനൊന്ന് പേടിച്ചു. പക്ഷേ ഫുഡ് വന്നു. ജസ്റ്റ് നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. എനിക്കൊന്ന് കുറേ സ്ഥലത്തേക്കുള്ള ഫുഡ് ഉണ്ടാകുമെന്ന് തോന്നുന്നു. അപ്പോൾ ഉണ്ടായിരിക്കും. നമ്മുടെ നിന്നൊരു നമ്മുടെ തന്നെ ഹോൺ അടിച്ച് വണ്ടി വിടുകയും ചെയ്തു. ഈ ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 1 കൊടുന്ന് കയറ്റി എന്തിനാണോ? കാര്യം 1-ൽ നിന്ന് ഇനിയിപ്പോൾ ഈ ഉള്ള ലൈൻസ് എല്ലാം ക്രോസ് ചെയ്ത് എക്സ്ട്രീം ലെഫ്റ്റിലെത്താം. കാര്യം ഇപ്പോൾ ഇവിടുന്ന് കൊലാപ്പൂർ സൈഡിലേക്ക് വന്ന ലൈനുകളുണ്ട്. അതിനെ ക്രോസ് ചെയ്തിട്ട് എക്സ്ട്രീം ലെഫ്റ്റിലുള്ള ലൈനിലെത്തിയാലേ നമുക്ക് ടുവേർഡ്സ് സോളാപൂർ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോം 6-ലൊക്കെ എടുക്കുന്നതായിരുന്നു നല്ലത്. അതാകുമ്പോൾ നമുക്ക് നേരെ അങ്ങ് ഡിപ്പാർട്ട് ചെയ്യായിരുന്നു അവിടെ നിന്ന്. എന്തിനാണോ 1-ൽ കൊണ്ട് കയറ്റിയത്. ഇപ്പുറത്തെ സൈഡിലും പിറ്റ് ലൈൻ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പുറത്തും ഒരു പിറ്റ് ലൈൻ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് കണ്ടിട്ട് പിറ്റ് ലൈൻ പോലെ ഉണ്ട്. ഇത് കണ്ടിട്ട് നമ്മുടെ എറണാകുളം എക്സ്പ്രസ്സിന് റേക്ക് പോലെ ഉണ്ട്. അതെ, പൂനെ ദർഭംഗ, പൂനെ എറണാകുളം. നമ്മുടെ പൂനെ എറണാകുളം പൂർണ്ണ സൂപ്പർ ഫാസ്റ്റിൻ്റെ റേക്കാണിത്. നമ്മൾ ചെറപറ പോയിന്റ്സ് കയറുന്ന എക്സ്ട്രീം ലെഫ്റ്റോട്ട് കയറുന്നുണ്ടോ?
ഇവിടെ ഗുത്തി ഷെഡിൻ്റെ ഒരു WDG 4G കിടക്കുന്നു. ഒന്നല്ല, ട്വിൻസ്. 49448 49501 വാപ്ടെക് ബിൽഡ് ട്വിൻസ് ആണ്. ഇവിടെ കാണുന്നതിൽ റൈറ്റ് സൈഡിൽ എക്സ്ട്രീം റൈറ്റുള്ള 2 ലൈനുകളാണ് കോലാപ്പൂരിലേക്ക് പോകുന്നത്. നടുക്കുള്ള യാർഡിൻ്റെ പേര് ഘോർപടി യാർഡ് എന്നാണ്, ഘോർപുരി യാർഡ്. ഇതൊരു ഫ്രൈറ്റ് യാർഡാണ്. പൂനെ ഡീസൽ ലോക്കോ ഷെഡ് ഇതിനകത്ത് തന്നെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നെ പെട്ടെന്ന് പോയി ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് വാതിലേക്ക് വന്ന് ബാക്കി ക്രോസിങ്സൊക്കെ പറ്റുന്നത് പോലെ നമുക്ക് അറിയാം. നമുക്കിന്ന് പിന്നെ എല്ലാം നമ്മുടെ അപ്പർ പത്തിക്കറി ഒന്ന് ചെയ്തേ പറ്റുള്ളൂ. താഴെ RSCക്കാരാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ലഞ്ച്. ഇത് എന്തെന്ന് ബാനിയന്നോ മറ്റോ ആയിരുന്നു റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഇതെന്താണെന്ന് ഞാൻ നോക്കിയില്ല, എന്താ നോക്കാം. ബാനിയൻ എന്നാണ് റെസ്റ്റോറൻറ്റ് പേര്. കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട്. നമുക്ക് മൊത്തത്തിലൊന്ന് അൺപാക്ക് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇതിനെ അൺപാക്ക് ചെയ്തപ്പോൾ അതിങ്ങനെയാണ്. അതിനകത്ത് ചോറുണ്ട്, പനീറിൻ്റെ ഒരു കറിയുണ്ട്, ഇതൊരു മിക്സ്ഡ് വെജിറ്റബിൾ കറിയുണ്ട്, ദാളുണ്ട്, ഇത് രാജ്മ കറിയാണ്. പിന്നെ ഇപ്പുറത്തെ റൈത്ത ഉണ്ട്, 4 ചപ്പാത്തി ഉണ്ട്, ഒരു ഗുലാബ് ജാമുനുണ്ട്, പിന്നെ പപ്പടമുണ്ട്. ഇതൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ പൂനെ ടൗണിൻ്റെ സെക്ഷനിലാണ്. 130 km സെക്ഷനാണിത്. ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് ഫുള്ള് കവർ ചെയ്യാൻ പറ്റിയില്ല. ഈ സെക്ഷൻ മുഴുവൻ കവർ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇപ്രാവശ്യം പറ്റിയില്ല. നമ്മൾ അതിന് വേണ്ടി മറ്റൊരു ട്രിപ്പ് നമ്മൾ പിന്നൊരു അവസരം നമ്മൾ വരുന്നതായിരിക്കും. കേടുകാം ഒരു ഫ്രൈറ്ററിനെ ഓർത്തേക്കാണ് ഇവിടെ.
അപ്പുറത്തെ സൈഡിലെ പ്ലാറ്റ്ഫോം. അപ്പുറത്തെ സൈഡിലെ ഡോറൊക്കെ ഓക്യുപ്പൈഡ് ഉണ്ട്, നമുക്ക് എന്തായാലും പ്ലാറ്റ്ഫോം പിടിക്കാൻ പറ്റില്ല. അപ്പോൾ നിർത്തി കഴിഞ്ഞ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ദൗണ്ട് ജംഗ്ഷനിൽ കയറുന്നു. അപ്പുറത്തെ ലാലാഗുഡയുടെ 39295 കിടക്കുന്നുണ്ട്, വാപ്പ് 7. ഏതാണോ ട്രെയിന്? ദൗണ്ട് ഇൻഡോർ എക്സ്പ്രസ്. ദൗണ്ട് ഇൻഡോർ എക്സ്പ്രസ് ആണിത്. വെസ്റ്റേൺ റെയിൽവേയുടെ റേക്കാണ്. ഓപ്പോസിറ്റ് ലൈനിൽ ഏതോ ഒരു വാപ്സൺ ഹോളിൽ ട്രെയിൻ കയറി വരുന്നുണ്ട്. ഏതാണോ? ലാലാഗുഡയുടെ 39120 വാപ്പ് 7 ആണ്. നാഗർകോയിൽ മുംബൈ CSMT എക്സ്പ്രസ് ആണ്, 16340. നാഗർകോയിൽ മുംബൈ CSMT എക്സ്പ്രസ്. അപ്പോൾ നമ്മളങ്ങനെ ദൗണ്ട് ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുന്നു. അത്യാവശ്യം ആൾക്കാർ ഇവിടെ ഇറങ്ങാനുണ്ടായിരുന്നുണ്ടോ. പൂനെയിൽ നിന്ന് ഒരുപാട് പേര് കയറിയിട്ട് ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. പൂനെ ദൗണ്ട് സെക്ഷനിലെ ലോക്കൽ ട്രെയിൻ വേണമെന്ന് ഒരുപാട് കാലത്തുള്ള ആൾക്കാർക്ക് ഡിമാൻഡുണ്ട്, പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. അങ്ങനെ നമ്മൾ ദൗണ്ട് ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടു. ഈ ട്രെയിനിൽ ഒരുപാട് പേര് അൺറിസർവ് ടിക്കറ്റ് എടുത്ത് വന്ന് AC യിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ലോക്കൽ ടിക്കറ്റിൽ, അത് പൂനെ ദൗണ്ട് സോളാപൂർ, അങ്ങനെ ഏത് ഈ റൂട്ടിൽ ആവശ്യത്തിന് ട്രെയിനുകൾ ഇല്ലാത്തതുകൊണ്ടായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മളങ്ങനെ ജസ്റ്റ് ദൗണ്ട് ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ട് പുറത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ദൗണ്ടിൽ ഒരു പുതിയ ലോക്കോ ഷെഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഈ സൈഡിലാണെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അതൊന്ന് കാണാൻ പറ്റുമെന്ന് നോക്കാനാണ് ഞാൻ നിൽക്കുന്നത്. ഇലക്ട്രിക് ലോക്കോ ഷെഡാണ്. ആ കാണുന്ന ഷെഡാണെന്ന് അറിയില്ല കേട്ടോ ഇനി. പണ്ടൊരു റെയിൽവേ കൺസ്യൂമർ ഡിപ്പോ ഉണ്ടായിരുന്നു. അതിൽ ടാങ്കുകളുടെയൊക്കെ മുകളിൽ ഇപ്പോൾ ടാങ്ക് നോട്ട് ഇൻ യൂസ് ഉണ്ട്. കപ്പാസിറ്റി കുറച്ചെന്നാണ് കാര്യം. ഇപ്പോൾ ഡീസൽ ലോക്കോസൊക്കെ വളരെ കുറഞ്ഞല്ലോ. അപ്പോൾ ഫോക്സ്, നമ്മുടെ ഈ വീഡിയോന് ഭയങ്കര ലെങ്തായി എനിക്ക് തോന്നുന്നു. ഇപ്പോൾ തന്നെ ഏകദേശം 1 മണിക്കൂറിന് മേലെ വീഡിയോ ആയി. പക്ഷേ നമ്മുടെ യാത്രയുടെ 40% നമ്മൾ എത്തിയിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ നമ്മൾ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അടുത്ത പാർട്ടിൽ ഇവിടെ ദൗണ്ട് മുതൽ അങ്ങോട്ടുള്ള യാത്ര നമുക്ക് കാണാം. അപ്പോൾ ഈ പാർട്ട് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ പാർട്ട് ഓഫ് ദി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻറ്റ്സ്, ഫീഡ്ബാക്ക്, സജഷൻസൊക്കെ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സൂപ്പർ താങ്ക്സ് മെമ്പർഷിപ്പ് പോലത്തെ മെത്തേഡ്സ് വഴി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഒരുപാടേറെ ആവശ്യമുള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. See you very soon in the next part of this video. This is Binay Shankar signing off from Platform 7. Until the next video. Bye-bye.